നമസ്കാരം. യുദ്ധാനന്തര ലോകം ഒരു പുതിയ കീഴ്വഴക്കത്തിന് വിധേയമാകേണ്ടി വരുമോ? സെലിംഗം ആരംഭിക്കുന്നു. യുദ്ധാനന്തര ലോകത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ചിലർ ആഘോഷിച്ചു. ജെയ്ഡ് സർവീസ് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു പോയി എന്ന് ആഘോഷിച്ചവർക്കുള്ളൊരു മറുപടിയാണ്. അല്ലാതെ MSCയുടെ പുതിയ നിലപാടുകൾ, പുതിയ പ്ലാനിങ്, അതൊക്കെ അവരുടെ സൗകര്യമനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കും. എന്തായാലും ജെയ്ഡ് സർവീസിലെ കപ്പൽ വീണ്ടും വരികയാണ്. നേരത്തെ ഇടയ്ക്ക് വന്നിരുന്നു, പിന്നെയും വരുന്നു. മിഷേൽ കപ്പലേനി ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്നുള്ള യാത്ര കൊളംബോ അടുക്കുകയാണ്. 26-ാം തീയതി ഇവിടെ എത്തും. സിയാമൻ, യന്തിയാൻ, സിംഗപ്പൂർ, TRV, അത് കഴിഞ്ഞ് നേരെ സ്പെയിനിലെ വലൻസിയ. നമുക്ക് ഇതൊരു വലിയ പുതുമയോ ഒന്നും ആശ്ചര്യമോ ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ ജെയ്ഡ് സർവീസിൽ ഒരു റീഷെഡ്യൂളിംഗ് നടത്തിയപ്പോൾ ഇവിടെ പലരും ആഹ്ലാദിക്കുകയായിരുന്നു. എന്തുമാത്രം രാജ്യ വിരോധമുള്ള ആളുകളാണ് അത്തരത്തിൽ ആഹ്ലാദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പോർട്ടുകളും വളരണം, എല്ലാ തുറമുഖങ്ങളും വളരണമെന്നുള്ള ആഗ്രഹമാണ് സെയിലിംഗ് കമ്മിറ്റിക്കുള്ളത്. അല്ലാതെ TRV മാത്രം വളരണമെന്നുള്ളതല്ല. അപ്പോൾ TRVക്ക് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ആഘോഷിക്കുന്ന ആളുകളെ ആ ആഘോഷം അത്ര ദീർഘനാൾ നിൽക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജെയ്ഡ് സർവീസിന്റെ കപ്പൽ വീണ്ടും വരുന്ന വിവരം അറിയിക്കുവാൻ ശ്രമിക്കുന്നത്. ഇനി യുദ്ധാനന്തര സാധ്യതകൾ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു അൾട്ടിമേറ്റം ഉണ്ടായിരുന്നു എന്ന് സെയിലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. 48 മണിക്കൂർ. അപ്പോൾ ഇത് പ്രേക്ഷകർ കാണുമ്പോൾ ഈ 48 മണിക്കൂറൊക്കെ പിന്നിട്ടിട്ടുണ്ടാവും. ആ അൾട്ടിമേറ്റത്തിനോട് ഇറാൻ പ്രതികരിച്ചു എന്നുള്ളതാണ്, പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് ഒരു സൂചന. ഇറാൻ ഓപ്പൺ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ടു നോൺ എനിമി വെസൽസ് എമിഡ് ട്രംപ്സ് 48-hour അൾട്ടിമേറ്റം. അമേരിക്കയുടെ പിന്തുണയുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കുന്ന കപ്പലുകൾ ഒഴിച്ച് ബാക്കിയുള്ള കപ്പലുകൾ നോൺ എനിമി എന്നാണ് ഇറാൻ പറയുന്നത്. ശത്രു രാജ്യങ്ങളുടേതല്ലാത്ത കപ്പലുകൾക്ക് വേണ്ടി ഹോർമോസ് തുറന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ കുരുക്ക് കൂടിയുണ്ട്. ആ കുരുക്കാണ് നമ്മുടെ വിഷയം. ഇറാൻ ഹാസ് ഓഫേർഡ് എ കോഷ്യസ് ഓപ്പണിംഗ് ഓഫ് ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ടു ന്യൂട്രൽ വെസൽസ്. ന്യൂട്രൽ വെസൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആവാം, പാകിസ്ഥാൻ ആവാം, ചൈനയാവാം. ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കുള്ള വെസലെല്ലാം തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. ന്യൂട്രൽ വെസൽസ് ഫോളോയിങ് ദ ഡയറക്ട് ത്രെറ്റ് ഫ്രം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിയെ തുടർന്നെന്ന് തന്നെയാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഫോളോയിങ് ദ ഡയറക്ട് ത്രെറ്റ് ഫ്രം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാൻസ് മാരിടൈം റെപ്രസെന്റേറ്റീവ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഷിപ്സ് നോട്ട് ലിങ്ക്ഡ് ടു ഇറാൻസ് എനിമീസ് കുഡ് പാസ് ഇഫ് ദേ കോർഡിനേറ്റ് സെക്യൂരിറ്റി വിത്ത് ലോക്കൽ അതോറിറ്റീസ്. അതാണ് കുരുക്കുകളിൽ ഒന്ന്. എനിമികളല്ലാത്ത, ശത്രുരാജ്യത്തെ കപ്പലുകളല്ലാത്ത കപ്പലുകൾ, ശത്രുരാജ്യത്തല്ലാത്ത കപ്പലുകൾക്ക് ഹോർമോസ് സ്ട്രെയിറ്റ് വഴി കടന്നു പോകാം. പക്ഷെ അതിനെന്ത് ചെയ്യണം? ഇറാൻ സെക്യൂരിറ്റി സ്റ്റാഫുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളവുമായിട്ട് വിഷയം കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ നാളിതുവരെ ഇല്ലാത്ത ഒരു പുതിയ കീഴ്വഴക്കമാണ്. ഹോർമോസ് കടക്കണമെങ്കിൽ ഇറാൻ മിലിറ്ററിയുടെ പെർമിഷൻ വേണം. ആ പെർമിഷൻ എന്തെങ്കിലും കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. The geopolitical standoff has taken a further turn with claims from a senior Iranian lawmaker that a new regime is being implemented in the strategic waterway. പുതിയൊരു നിയമപ്രശ്നം വരികയാണ് അവിടെ. ആ വാട്ടർവേ കടന്നു പോകണമെങ്കിൽ എ സീനിയർ ഇറാനിയൻ ലോമേക്കർ, നമ്മുടെ ഇവിടുത്തെ MP എന്ന് പറയാം, പാർലമെന്റേറിയൻ, എന്താണ്, എ ന്യൂ റെഷീം ഈസ് ബീയിങ് ഇംപ്ലിമെന്റഡ് ഇൻ ദ സ്ട്രാറ്റജിക് വാട്ടർവേ. ഒരു പുതിയ നിയമം ആ വാട്ടർവേയിൽ ഏകദേശം 34 കിലോമീറ്റർ, 34-35 കിലോമീറ്റർ വരാവുന്ന ഒരു കടലിടുക്കിലൂടെ കടന്നു പോകണമെങ്കിൽ ഇറാന്റെ നിയമത്തിന് വിധേയമായി വ്യവസ്ഥകൾ പാലിച്ചു വേണം കടന്നു പോകാൻ. അങ്ങനെ വ്യവസ്ഥകൾ പാലിച്ചു കടന്നു പോകുന്നത് പനാമ കനാലും സുയസ് കനാലും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പുതിയ ചില വ്യവസ്ഥകളുമായിട്ട് ഹോർമോസ് കടലിടുക്ക് വരികയാണ്. Vessels passing through the strait
are now being charged $2 million fee. ഇത് നമുക്ക് വലിയ കുരുക്കാകുന്ന ഒരു നിയമമാണ്. കടന്നു പോകുന്ന ഓരോ കപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണ എടുക്കാൻ അങ്ങോട്ട് പോകുമ്പോഴും $2 മില്യൺ കൊടുക്കണം, ഇങ്ങോട്ട് വരുമ്പോഴും $2 മില്യൺ കൊടുക്കണം. ഈ $4 മില്യൺ അല്ലെങ്കിൽ പോട്ടെ ഒരു വശത്ത് പോയാൽ മറ്റേ വശം സൗജന്യമാണോ എന്ന് അറിയില്ല, $2 മില്യൺ നമ്മുടെ തലയിൽ വരും. പെട്രോൾ വിലയിൽ കൂടും, LPG വിലയിൽ കൂടും, നാച്ചുറൽ ഗ്യാസിൽ കൂടും, പൈപ്ഡ് ഗ്യാസിൽ കൂടും, CNGയിൽ കൂടും, നമ്മുടെ ഓട്ടോറിക്ഷയിൽ ഉപയോഗിക്കുന്ന CNGയിൽ കൂടും. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്ന് പോകുന്നതാണ് ഈ അധിക $2 മില്യൺ, $20 ലക്ഷം. അത് ഗുണിച്ച് ഹരിച്ചെടുത്താൽ എത്ര രൂപയാവുമെന്നറിയാം. എന്തായാലും നാളിതുവരെ ഇല്ലാത്ത ഒരു പുതിയ വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ പങ്ക് നമ്മുടെ തലയിലാണ് വരാൻ പോകുന്നത്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഉപാധി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടി. പ്രസിഡന്റ് ഹാസ് പബ്ലിക്ലി റിജക്റ്റഡ് നെഗോസിയേഷൻസ് അറ്റ് ദി സ്റ്റേജ് ഫോക്കസിംഗ് ഓൺ ദ അൺകണ്ടീഷണൽ റീഓപ്പണിംഗ് ഓഫ് ദി സ്ട്രേറ്റ്. അദ്ദേഹം പറഞ്ഞത് ഒരു ഉപാധികളുമില്ലാതെ സ്ട്രേറ്റ് തുറന്നു കൊടുക്കണമെന്നാണ്. പക്ഷെ ഇവിടെ കൃത്യം ഉപാധി വന്നു കഴിഞ്ഞു. അതും ഏതാണ്? ശത്രു രാജ്യങ്ങളിൽ പെടാത്ത കപ്പലുകൾ. ശത്രു രാജ്യങ്ങളിലെ അമേരിക്കയും ഇസ്രായേലിന്റെയും കപ്പലുകളെ എന്തായാലും വിടുന്നില്ല. അല്ലാതുള്ളവരുടെ കപ്പൽ പോകണമെന്നുണ്ടെങ്കിൽ $2 മില്യൺ, $20 ലക്ഷം ചുങ്കം നൽകേണ്ടി വരുന്നത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. സെയിലിംഗ് കമന്ററി അവതരിപ്പിച്ച ഹോർമോസിന് ബദലായിട്ടുള്ള ഒരു പാത പറഞ്ഞല്ലോ, ഒമാനിലെ മുസന്തം. ആ പ്രദേശം അറ്റത്താണ്, ഹോർമോസിന് ഏകദേശം അടുത്തായിട്ട് തന്നെ തോന്നാം. ആ പ്രദേശത്തെക്കുറിച്ച് ഒരല്പം അറിവ് കിട്ടിയ ഒരാൾ, സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകൻ അഗസ്റ്റിൻ, നേരത്തെ നമുക്ക് എഴുതാനുള്ള കാർഡ് സംഘടിപ്പിച്ചു തന്നയാളാണ് അഗസ്റ്റിൻ. അഗസ്റ്റിൻ അതാ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഈ ഒമാന്റെ മാപ്പില് ആ മുകളിൽ ഒരു ചെറിയ പീസ് പോലെ കാണില്ല, അതാണ് മുസന്തം. അത് UAE ഫുജൈറയ്ക്കും വടക്ക് ഭാഗത്തായിട്ട് ആ ഒരു മുനമ്പില് വരുന്ന സ്ഥലം, അത് ഒമാന്റെ സ്ഥലമാണ്. അപ്പൊ ആ മുസന്തത്തിൽ ഇപ്പോഴ് കാര്യമായിട്ടുള്ള മിലിറ്ററി ഇൻസ്റ്റലേഷൻസും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ സാറിപ്പോൾ ഇന്ന് അവതരിപ്പിച്ച പുതിയൊരു കനാൽ ആ വഴി നിർമ്മിക്കാനായിരിക്കാം അവരുടെ പദ്ധതി. അപ്പൊ ഈ ഒമാന്റെ മെയിൻ ഭാഗത്ത് നിന്നും വളരെ ദൂരെയായിട്ട് ആ ഒരു സ്ഥലമാണ് മുസന്തം. അത് ഒമാന്റെതാണ് ആ സ്ഥലം. നമുക്ക് ഇത്തരം വിവരങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി വെക്കാം. കാരണം ഇവയൊക്കെ നമ്മൾ എണ്ണ, പ്രകൃതിവാതകം എല്ലാം സ്വയം പര്യാപ്തത നേടുന്നത് വരെ ഇത്തരം ആഗോള രാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ് നമ്മളെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ താല്പര്യത്തോടെ ഗൗരവത്തോടെ തന്നെ ഇത്തരം വിഷയങ്ങളും പഠിക്കാം.